ഹായ്, +2 എക്സാമിനേഷൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നു. 2023 JEE എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു. കീം എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളുടെ മുമ്പിലുള്ളത് 2024 എങ്ങനെ 2024 JEE കൈപ്പിടിയിലൊതുക്കാം, സുരക്ഷിതമായി അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെയുള്ള അന്വേഷണങ്ങളാണ് നാം ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നത്. കോട്ട കോച്ചിങ്ങിനെ കേരളത്തിലേക്ക് സൈലം എത്തിക്കാൻ പോകുന്നതിൻ്റെ കൗതുകങ്ങളെല്ലാം നിങ്ങളോട് പങ്കുവെക്കുന്നതിന് മുൻപേ അതിനുവേണ്ടി 3 ക്യാമ്പസുകൾ ഈ വർഷം സൈലത്തിനുണ്ട് എന്ന സന്തോഷം ഞാൻ പറയാം. അതിലൊന്ന് കോഴിക്കോട്ടാണ്, നിങ്ങൾക്കറിയാം. അടുത്തത് തൃശ്ശൂരും അതിനടുത്തത് ട്രിവാൻഡ്രത്തുമാണ്. ഈ 3 ഇടങ്ങളിലാണ് സൈലത്തിൻ്റെ JEE ഓഫ്ലൈൻ ക്ലാസ് മുറികളുള്ളത്. സൈലത്തിൻ്റെ JEE വീര പ്രോഗ്രാമുള്ളത്. 2 പ്രോഗ്രാമുകളാണ് സൈലം ലേണിംഗ് JEEക്ക് വേണ്ടി എക്സ്ക്ലൂസീവായി കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് സൈലത്തിൻ്റെ ഓൺലൈൻ പ്രോഗ്രാമായ ധീര പ്രോഗ്രാമാണ്. മറ്റൊന്ന് സൈലത്തിൻ്റെ ക്ലാസ് റൂം പ്രോഗ്രാമായ വീര JEE പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെന്താണ് സൈലത്തിൻ്റെ യോഗ്യത, സൈലത്തിൻ്റെ JEE ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരും. അത്തരം ചോദ്യങ്ങൾ പല ഹേറ്റേഴ്സും സ്വാഭാവികമായും ഉന്നയിക്കാനിടയുണ്ട്. അതിനുത്തരം പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. സൈലം ഒരു ലേണിംഗ് ആപ്പായി ആരംഭിച്ച ആദ്യ വർഷം തന്നെ മെഡിക്കൽ എൻട്രൻസിന് മാത്രമാണ് അന്ന് ട്രെയിനിങ് ഉണ്ടായിരുന്നത്. 19 വർഷത്തെ ചരിത്രം പറഞ്ഞു പോന്നിരുന്ന വലിയ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെമ്പാടും ഉള്ള സമയത്താണ് സൈലം ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നീറ്റിന് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസിവിറ്റി ആദ്യമായി പറഞ്ഞ് കേരളത്തിന് മുമ്പിലേക്ക് വന്നത്. അന്ന് സൈലത്തിന് നീറ്റ് എക്സാമിനേഷനിൽ 8ാം റാങ്ക് നേടിയെടുത്തുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഒരുപാടേറെ പേരാണ് ആദ്യ വർഷം തന്നെ സൈലത്തിൽ നിന്ന് MBBS ക്രാക്ക് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് 2ാം വർഷത്തിലേക്ക്, കഴിഞ്ഞ വർഷത്തിലേക്ക് വന്നപ്പോഴേക്കും സൈലത്തെ 8ാം റാങ്ക് ഉണ്ടായിരുന്നതിൽ നിന്ന് 7ാം റാങ്കിലേക്ക് ഉയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 500-ലധികം പേർ കഴിഞ്ഞ വർഷം MBBS നേടുന്ന സാഹചര്യമുണ്ടായി. ജിപ്മർ പോലെയൊക്കെയുള്ള, എയിംസ് പോലെയൊക്കെയുള്ള ക്യാമ്പസുകളിൽ നിറയെ സൈലത്തിൻ്റെ കുട്ടികൾ MBBSന് പഠിക്കുന്ന സാഹചര്യമുണ്ടായി. 50ഓളം വർഷത്തെ ഒരു വലിയ ചരിത്രത്തെ 2 വർഷം കൊണ്ട് നീറ്റിൽ അട്ടിമറിച്ച സ്ഥാപനമാണ് സൈലം എന്ന് പറയുന്നത്. ചരിത്രം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ചരിത്രം ആത്മാർത്ഥമായി കടന്നു വരുമ്പോൾ മാറി നിൽക്കാവുന്ന ഒന്നാണ് എന്നത് മാത്രമേ സൈലത്തിന് പറയാനുള്ളൂ. JEE കഴിഞ്ഞ വർഷം സൈലം ആരംഭിച്ചു. ആദ്യ വർഷം തന്നെ IITയിലേക്ക് കുട്ടികൾ സൈലത്തിൽ നിന്ന് പോകുന്ന സാഹചര്യമുണ്ടായി. സൈലത്തിൻ്റെ കോഴിക്കോട്ടെ ക്യാമ്പസിൽ വന്നു നിന്ന് ഗോപിക ശിവാനിയൊക്കെ നിങ്ങളോട് അതിൻ്റെ അനുഭവം പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇക്കഴിഞ്ഞ JEEയുടെ റിസൾട്ട് എടുത്ത് പരിശോധിച്ചാൽ 90%-ലും 93%-ലും 95%-ലും 96%-ലും ഒക്കെയുള്ള മാർക്കുകളുടെ ഒരു നിര സൈലത്തിന് എടുത്തു വെക്കാൻ കഴിഞ്ഞു. അതുപോരാ, അതിൽ നിന്ന് 100%-ലേക്കും 99.9%-ലേക്കും 99.8%-ലേക്കും സൈലത്തിന് വലിയ റിസൾട്ടിലേക്ക് കടന്നു വരാവുന്ന ഒരു നിരയെ ഉണ്ടാക്കിയെടുക്കണം. അതിന് ആത്മാർത്ഥമായി JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി സൈലത്തിന് മാറാൻ വേണ്ടി പറ്റണം. അവരെ ചേർത്ത് പിടിക്കാവുന്ന, അവരുടെ സ്വപ്നത്തിനൊപ്പം നിൽക്കാവുന്ന, അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാവുന്ന കാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്ന ആലോചന കഴിഞ്ഞ മാസങ്ങൾ മുഴുവനും ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് കോട്ട കോച്ചിങ്ങിനെ എപ്പോഴും അത്ഭുതത്തോടും ആദരവോടും പ്രതീക്ഷയോടും കൂടെ നാം നോക്കിക്കണ്ട ഒരു സ്വപ്നസ്തംഭമാണ് കേരളത്തിനെ എന്നല്ല ഇന്ത്യയിൽ എല്ലായിടത്തെയും സംബന്ധിച്ചിടത്തോളം IIT ട്രെയിനിങ്ങിൽ കോട്ട എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ കേരളത്തിൽ അവതരിപ്പിക്കാം? പലപ്പോഴും പരസ്യവാചകങ്ങളായി പലരും പറഞ്ഞുപയോഗിച്ചു പോന്നിരുന്ന കോട്ടയെ അതല്ലാത്ത രൂപത്തിൽ ആത്മാർത്ഥമായി കോട്ട കോച്ചിങ് എന്താണ് എന്ന് കേരളത്തിന് എങ്ങനെ പരിചയപ്പെടുത്താമെന്നതിൻ്റെ ഭാഗമായി ഒരു വലിയ ടൈഅപ്പ് സൈലം അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കൗതുകം ഞാൻ ഇപ്പോൾ പൊളിക്കുന്നില്ല, താമസിയാതെ നിങ്ങളത് കേൾക്കും. ഇപ്പോൾ ഞാൻ ഇത്രമാത്രം പറയാം, കോട്ട കോച്ചിങ്ങിനെ കേരളത്തിന് മുമ്പിൽ സൈലം അവതരിപ്പിക്കാൻ പോകുന്ന വർഷമാണ് ഇത് എന്ന് പറയുന്നത്. ഈ വർഷം കോട്ടയിൽ അതിഗംഭീരരായ അധ്യാപകരുടെ മെൻറ്റർഷിപ്പിൽ കേരളം IITയുടെ ട്രെയിനിങ് പ്രൊസീജിയർ ആദ്യമായി കാണും. കോട്ടയിൽ തയ്യാറാക്കിയ എക്സ്ക്ലൂസീവ് സ്റ്റഡി മെറ്റീരിയലുകൾ ആദ്യമായി കേരളം കാണും. ആ കാഴ്ചകളൊക്കെ ഓടിച്ച് നമുക്ക് പറഞ്ഞു പോവേണ്ടതുണ്ട്. ചരിത്രത്തെ മാറ്റിമറിക്കാൻ സൈലത്തിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നതിന് ഈ കാഴ്ചയുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് മറ്റൊന്നുമല്ല, 2 or 3 വർഷം എന്ന് സൈലം പറയുന്നതാണ്. ഇക്കാണുന്ന അധ്യാപകരെല്ലാം കഴിഞ്ഞ 10, 35, 40 വർഷങ്ങളായി കേരളത്തിലെ എൻട്രൻസ് ട്രെയിനിങ്ങിൻ്റെ മാസ്റ്റേഴ്സായി അറിയപ്പെടുന്ന അധ്യാപകരാണ്. ഇവർ പഠിപ്പിച്ച കുട്ടികളാണ്, ഇവരിലൂടെ അഭിമാനിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിൽ പലയിടങ്ങളിലും ഉള്ളത്. ഇവരുടെ ക്ലാസ് മുറിയിലിരുന്ന് പഠിച്ച കുട്ടികളാണ് 100%-ലും 99%-ലും 99.9-ഉം 99.8%-ലും
ഒക്കെ നേടിയെടുത്ത വിവിധ IITകളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്, വിവിധ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്ന അങ്ങനെ ഒരു വലിയ നിരയെ വാർത്തെടുത്ത പ്രഗത്ഭരായ അധ്യാപകർ മുഴുവനും ഇപ്പോൾ സൈലത്തിനുണ്ട്. ഇത്രയും ഗംഭീരരായ അധ്യാപകരുടെ സമ്പത്ത് അവകാശപ്പെടാൻ കഴിയുന്ന ഏക പ്ലാറ്റ്ഫോം സൈലം മാത്രമായിരിക്കും എന്നതുകൊണ്ടാണ് വരാനിരിക്കുന്ന കാലം സൈലം ലേണിങ്ങിൻ്റെ കാലവും സൈലം ലേണിങ്ങിൽ പഠിക്കുന്ന കുട്ടിയുടെ കാലവുമാണ് എന്ന് ഞങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അത് ഓൾറെഡി നീറ്റിൽ സൈലം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. JEE അക്കാഴ്ച കാണാൻ വേണ്ടി പോവുകയാണ്. ആ ചരിത്രം നിങ്ങളിലൂടെ ഞങ്ങൾക്ക് രചിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ആത്മാർത്ഥതയോടെ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനൊരുങ്ങുന്ന മുഴുവൻ കുട്ടികളെയും സൈലം ലേണിംഗ് സൈലത്തിൻ്റെ ക്യാമ്പസുകളിലേക്ക്, കോഴിക്കോട്ടും തൃശ്ശൂരും ട്രിവാൻഡ്രത്തുമുള്ള സൈലത്തിൻ്റെ ക്യാമ്പസുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ തൃശ്ശൂരും ട്രിവാൻഡ്രത്തും ഒക്കെ ആദ്യമായാണ് സൈലം JEE ബാച്ച് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിഗംഭീരരായ അധ്യാപകരുടെ ഒരു വലിയ നിരയാണ് അതിനുവേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നത്. സോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IITകളൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടങ്ങളിലൊക്കെ പഠിച്ചിറങ്ങിയ അധ്യാപകർ സൈലത്തിനകത്ത് ഉണ്ട്. IIT മദ്രാസിനെ നിങ്ങളിവിടെ കാണുന്നുണ്ട്. IIT മദ്രാസിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ അധ്യാപകരൊക്കെയാണ് സൈലത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ലീഡ് ചെയ്യുന്ന ഇക്ബാൽ സാറിനെയൊക്കെ പലവട്ടം സൈലം ലേണിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കണ്ടതാണ്. അവരൊക്കെയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് സൈലം ലേണിംഗ് എന്ന് പറയുന്ന. അവരൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എത്തും. സൈലത്തിൻ്റെ ക്ലാസ് മുറിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. അങ്ങേയറ്റത്ത് IIT ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എപ്പോഴും നിരന്തരമായ ചേഞ്ചുകളെക്കുറിച്ച് കുഞ്ഞുനാൾ മുതലേ സ്വപ്നം കാണുകയും ആലോചിക്കുകയും ചെയ്തു പോരുന്ന കുട്ടികളാണ്. വലിയ കുട്ടികളാണ് അവർ. വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കണം, കൺവെൻഷനലായ സ്ട്രാറ്റജികളെ മുഴുവൻ തകർത്ത് റെവല്യൂഷൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. IITയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. സൈലം ലേണിംഗ് ചെയ്തതും അതുതന്നെയാണ്. കൺവെൻഷനലായ ക്ലാസ് റൂമിനെ പൊളിച്ചു. എല്ലാ ടെക്നോളജിയുമുള്ള ഒരു ക്ലാസ് റൂം കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ആ ക്ലാസ് റൂമിലിരുന്നാണ് IIT സ്വപ്നം കാണുന്ന ഒരു കുട്ടി പഠിക്കേണ്ടത്. ആ ക്ലാസ് റൂമാണ് സൈലത്തിൻ്റെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. സ്റ്റഡി മെറ്റീരിയൽ, എക്സ്ക്ലൂസീവ് സ്റ്റഡി മെറ്റീരിയലാണ്. കോട്ട കോച്ചിങ്ങിൻ്റെ എല്ലാ സ്വഭാവമുള്ള സ്റ്റഡി മെറ്റീരിയലാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാനതിലേക്ക് വരുന്നില്ല. ഇന്ത്യയിലെ ബെസ്റ്റ് ടീച്ചേഴ്സ് ഞാനത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ക്ലാസ് മുറി മാത്രമല്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സൈലത്തിൻ്റെ ലേണിംഗ് ആപ്പും കൂടെ തരുന്ന ഒരു ഹൈബ്രിഡ് കോച്ചിങ് പ്രോഗ്രാമാണ് സൈലത്തിൻ്റേത്. ഞാൻ പറഞ്ഞു, കൺവെൻഷനലായി എല്ലാത്തിനെയും പൊളിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണിത് എന്ന്. അങ്ങനെ സൈലം ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാനിടയുള്ള, ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയേക്കാനിടയുള്ള എല്ലാ കോൺസെപ്റ്റുകളും റെക്കോർഡഡ് വീഡിയോകളായി നിങ്ങളുടെ മുമ്പിൽ ആപ്പിൻ്റെ രൂപത്തിൽ കിട്ടുന്നുണ്ട്. ഇനി മെൻറ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ക്ലാസ് മുറിക്കും പേഴ്സണലൈസ്ഡ് മെൻറ്റേഴ്സ് ഉണ്ട്. ഹോസ്റ്റലുകളിൽ മെൻറ്റേഴ്സ് നിങ്ങൾക്കൊപ്പം താമസിക്കുന്നുണ്ട്. മെൻറ്റേഴ്സും വാർഡന്മാരും വാച്ച്മാൻമാരും എല്ലാം അടങ്ങുന്നൊരു വലിയ സിസ്റ്റമാണ് ഹോസ്റ്റലുകളിലുള്ളത്. ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഡൗട്ട് ബോക്സ്, സെപ്പറേറ്റ് ഡൗട്ട് ബോക്സ് സൈലം ആവിഷ്കരിച്ചിട്ടുണ്ട്. ക്യാമ്പസിൽ ഡൗട്ട് ബോക്സുകളുണ്ട്. ഏറ്റവും നൂതനമായ, നിങ്ങൾ ഇതുവരെ കാണാത്ത കാഴ്ചകൾ മുഴുവനുമാണ് ഈ വർഷം നിങ്ങൾക്ക് വേണ്ടി സൈലം ഒരുക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ ദിവസവും ചാപ്റ്ററുകൾക്ക് ശേഷവും മാസാവസാനങ്ങളിലും ഒക്കെ JEEയുടെ തൊട്ടുമുമ്പൊക്കെ നിരന്തരമായ മോക്ക് എക്സാമിനേഷനുകളും ഒക്കെയായി വലിയൊരു എക്സാം സീരീസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. ഹോസ്റ്റലിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിക്കാവുന്ന രീതിയിൽ ലൈബ്രറി പോലും സെറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്റ്റലുകൾ, എല്ലാ ഹോസ്റ്റലിലും 100 ഹോസ്റ്റലുകളുണ്ട് കോഴിക്കോട്ട് ടൗണിൽ. സൈലത്തിന് ഇതേപോലെ തൃശ്ശൂർ സൈലത്തിന് ഒരുപാടേറെ ഹോസ്റ്റലുകളുണ്ട്. ട്രിവാൻഡ്രത്തുണ്ട്. ഈ കാണുന്ന ഹോസ്റ്റലുകളിൽ എല്ലാത്തിലും ലൈബ്രറികളുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ക്യാമ്പസിൽ ഒരൊറ്റ ലൈബ്രറി സെറ്റ് ചെയ്താൽ മതിയാവുന്ന ഒരു സ്ഥാപനം. കുട്ടികൾക്ക് ഒട്ടും ഇവിടെ നിന്ന് സമയം നഷ്ടപ്പെടുത്തേണ്ട, പഠിക്കുന്നതിനിടയിൽ വേണ്ട റഫറൻസ് പുസ്തകങ്ങൾ അവിടെ നിന്ന് തന്നെ എടുത്തു പഠിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇത്രയും ഹ്യൂജായ എക്സ്പെൻസിൽ എല്ലാ ഹോസ്റ്റലുകളിലും ലൈബ്രറി സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയൊക്കെയാണ് സൈലം ഈ കോഴ്സിനെ കാണാൻ വേണ്ടി പോകുന്നത്. സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ കാണുന്നുണ്ട്. JEEക്ക് വേണ്ടി തയ്യാറാക്കിയ, ഏറ്റവും സിസ്റ്റമാറ്റിക്കായി തയ്യാറാക്കിയ, കോട്ട ഫാക്കൽറ്റീസ് ഇരുന്ന് തയ്യാറാക്കിയ സ്റ്റഡി മെറ്റീരിയലാണ്. ആ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ കാണണം. അതിനു മുമ്പേ സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. സെൽഫ് റിവിഷനെ ഏറ്റവും പെർഫെക്റ്റായ മൈൻഡ് മാപ്പ്, എല്ലാ കോൺസെപ്റ്റുകളെയും, നിങ്ങൾ കെമിസ്ട്രിയുടെ മൈൻഡ് മാപ്പാണ് ഇവിടെ കാണുന്നത്. ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന 5th ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പ് നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾ പഠിച്ച പാഠമാണ്, ഒന്ന് നോക്കൂ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ആദ്യം മാറ്ററിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്, വീക്കസ്റ്റ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്, ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സും സ്ട്രോങ്ങസ്റ്റ് ഹൈഡ്രജൻ ബോണ്ടുമാണ് എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തരുന്നു. ഗ്യാസ് ലോസിലേക്ക് വരുന്നു. ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും തൊട്ട് ഡാൽട്ടൺസ് ലോ വരെയുള്ള ഗ്യാസ് ലോസ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അങ്ങനെ ആ പാഠത്തിലെ എല്ലാ മേജർ കണ്ടൻറ്റുകളെയും ഒറ്റ
ഒറ്റ നോട്ടത്തിൽ പഠിക്കാവുന്ന രീതിയിൽ ഏറ്റവും ക്രിസ്പായി ഒരു പേജിൽ മൈൻഡ് മാപ്പായി തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിൽ കൺവെൻഷനലായ സ്ട്രാറ്റജി അല്ല ഇത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഈ ഒരു മൈൻഡ് മാപ്പ് മാത്രം മതിയാകും. കുട്ടിയാണ് എപ്പോഴും ഞങ്ങളുടെ കൺസേൺ ഉള്ളത്. കുട്ടിക്ക് എന്താണ് കിട്ടേണ്ടത്, കുട്ടി എങ്ങനെയാണ് പഠിക്കുക, കുട്ടിയോട് എങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും നന്നായി ചേർന്ന് നിൽക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ആലോചനകളുടെ ഡെവലപ്മെൻറ്റാണ് ഈ മൈൻഡ് മാപ്പിലൊക്കെ നിങ്ങൾ കാണുന്നത്. അതേപോലെ ഇനി നമ്മൾ മെറ്റീരിയലിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിവിടെ മാത്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ കാണുന്നുണ്ട്. ഇത് ബേസിക് മാത്തമാറ്റിക്സിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ്. നിങ്ങൾ നോക്കണം, ആദ്യം ഒരു പാർട്ട് നമ്പർ സിസ്റ്റത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. വലിച്ചുവാരി എഴുതിയിരിക്കുകയല്ല, ഒരു തിയറിയെ നിങ്ങൾക്ക് ഏറ്റവും ആകർഷകമായ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോയിൻറ്റുകളായി തിയറി അറേഞ്ച് ചെയ്തിരിക്കുന്നു. തിയറിക്കിടയിൽ ട്രെയിൻ യുവർ ബ്രെയിൻ എന്ന് പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള, നിങ്ങളെ അമ്പരപ്പിക്കാൻ സാധ്യതയുള്ള വലിയ ചോദ്യങ്ങൾ അതിനകത്ത് സോൾവ് ചെയ്യപ്പെടുന്നു. കോൺസെപ്റ്റുകളെ ചോദ്യങ്ങളാക്കിയുള്ള കോൺസെപ്റ്റ് അപ്ലിക്കേഷനുകൾ ചോദ്യങ്ങൾ വരുന്നു. അതേപോലെ പ്രധാനപ്പെട്ട ഇക്വേഷനുകൾ അറേഞ്ച് ചെയ്യുന്നു. ഒരു ഭാഗത്ത് മാത്രമല്ല ഇത്, എല്ലാ ഭാഗങ്ങളും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോഴും ട്രെയിൻ യുവർ ബ്രെയിനും കോൺസെപ്റ്റ് അപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോഴും നിങ്ങളിത് കാണുന്നുണ്ട്. എല്ലാ ഭാഗത്തെയും പാർട്ടായി നിങ്ങൾ നോക്കൂ, ഗ്രാഫൊക്കെ സെപ്പറേറ്റ് പാർട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടുകൾ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്, കോൺസെപ്റ്റുകൾ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോൺസെപ്റ്റുകൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ഷോർട്ട് നോട്ട്സ്, ആ പാഠത്തിലെ മൊത്തം കണ്ടൻറ്റുകളെയും ക്രിസ്പായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഷോർട്ട് നോട്ട്സിന് ശേഷം ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം ചോദ്യങ്ങൾ ചെയ്യാൻ തരുന്നതിന് മുൻപേ സോൾവ്ഡ് എക്സാമ്പിൾസ്, MCQs എല്ലാം സോൾവ് ചെയ്തിട്ടിട്ട് സോൾവ്ഡ് എക്സാമ്പിൾസിലൂടെ നിങ്ങളെ ഒന്ന് കടത്തി കൊണ്ടുപോയി അതിനുശേഷമാണ് നിങ്ങൾ ടോപ്പിക് വൈസ് എക്സസൈസിലേക്ക് കടക്കുന്നത്. അവിടെ JEയുടെ ടൈപ്പ് ചോദ്യങ്ങൾ ആദ്യം നിങ്ങൾ പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ് രണ്ടാം ഭാഗത്ത് ഒരു ലെവൽ 2ലേക്ക് എത്തുമ്പോൾ ലേണിംഗ് പ്ലസ് ഒന്നുകൂടെ ഗംഭീരമായ ചോദ്യങ്ങൾ നമ്മൾ കാണുന്നു. എല്ലാ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്, നിങ്ങളിങ്ങനെ മാച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് JEയുടെ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൂന്നാമത്തെ പാർട്ടിൽ കാണുന്നു. അതും കഴിഞ്ഞ് നമ്മൾ വരികയാണെങ്കിൽ അഡ്വാൻസ്ഡ് തന്നെ നിങ്ങൾ നോക്കൂ, എല്ലാ ടൈപ്പും ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യനുകളുണ്ട്, സബ്ജക്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യനുകളുണ്ട്, എല്ലാത്തരം ചോദ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നാലാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ JEE മെയിൻ. അത് കഴിഞ്ഞ് പ്രീവിയസ് ഇയർ JEE അഡ്വാൻസ്ഡ്. ഒരു പാഠത്തിൽ നിന്ന് ഇതിൽ പരം നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. തിയറി എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് നിങ്ങൾ നോക്കുക, സോൾവ്ഡ് എക്സാമ്പിൾസ് എങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കുക. അതിൽ തന്നെ ലെവൽ 1 ലെവൽ 2 ചോദ്യങ്ങളുണ്ട്, JEയുടെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യനുകളുണ്ട്. റെഡിയല്ലേ? അതും കഴിഞ്ഞ് നിങ്ങൾ വരികയാണെങ്കിൽ പ്രീവിയസ് ഇയർ JEE മെയിനും അഡ്വാൻസ്ഡും ഉണ്ട്. JEക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരൊറ്റ മെറ്റീരിയലിനകത്ത് എല്ലാ കണ്ടൻറ്റിനെയും ഇത്രയും സിസ്റ്റമാറ്റിക്കായി എങ്ങനെ അറേഞ്ച് ചെയ്യാൻ കഴിയും, കുട്ടികളെക്കുറിച്ച് നിരന്തരമായി ആലോചിച്ചില്ല എങ്കിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് കോട്ട മെറ്റീരിയലിൻ്റെ പ്രത്യേകത. ഈ മെറ്റീരിയലാണ് സൈലം ലേണിംഗ് ഈ വർഷം ഈ കോഴ്സിൻ്റെ ഭാഗമായി തരാൻ വേണ്ടി പോകുന്ന. ആൻസർ കീസ് എല്ലാം മെറ്റീരിയൽ തന്നെയുണ്ട്. ഇനി ഫിസിക്സിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഫിസിക്സും. നിങ്ങൾക്ക് നോക്കാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത്. എത്ര ഭംഗിയായിട്ടാണ്, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കോൺസെപ്റ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. അത് കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കോൺസെപ്റ്റുകൾക്ക് ഇടയിൽ തന്നെ കോൺസെപ്റ്റ് അപ്ലിക്കേഷൻ, ട്രെയിൻ യുവർ ബ്രെയിൻ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. ഫിസിക്സിലും നിങ്ങളിത് കാണുന്നുണ്ട്. വലിയ തിയറിയാണ്. തിയറിയെ മൊത്തത്തിൽ ആ രൂപത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് മുഴുവനും കഴിഞ്ഞാൽ എന്താണ് വരിക എന്ന് നിങ്ങൾക്കറിയാം. തിയറി കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട് വരും. റെഡിയല്ലേ? നിങ്ങൾ നോക്കൂ, തിയററ്റിക്കൽ പാർട്ട് മുഴുവനും കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് ആണ് വരുന്നത്. കാണുന്നില്ലേ നിങ്ങൾ? ഷോർട്ട് നോട്ട്സ് കൃത്യമായി അറേഞ്ച് ചെയ്ത് സോൾവ്ഡ് എക്സാമ്പിൾ കഴിഞ്ഞാൽ ലെവൽ 1 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് നിങ്ങൾ. എക്സസൈസ് 1 അല്ലേ, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞാൽ എക്സസൈസ് 2 ലേണിംഗ് പ്ലസ് ഒന്നുകൂടെ കടന്ന ചോദ്യങ്ങൾ. അതും കഴിഞ്ഞാൽ അഡ്വാൻസ്ഡിൻ്റെ ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾക്കറിയാം അഡ്വാൻസ്ഡ് ടൈപ്പ് ചോദ്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് കടക്കും. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ്. നേരത്തെ നിങ്ങൾ ബേസിക് മാത്തമാറ്റിക്സ് ആയതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നിറയെ ക്വസ്റ്റ്യൻസ് ആണ്. JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇത് മുഴുവനും. JEE അഡ്വാൻസ്ഡിൻ്റെ ക്വസ്റ്റ്യൻസാണ് പിന്നെയുള്ളത് മുഴുവനും. ഇതേപോലെയാണ് കെമിസ്ട്രി. ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഫിസിക്സ് കണ്ടു, മാത്സ് കണ്ടു, ഇത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയാണ്. അതേപോലെ കെമിസ്ട്രിയും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത്ര പെർഫെക്റ്റായി തയ്യാറാക്കിയ സ്റ്റഡി മെറ്റീരിയലാണ് നിങ്ങൾക്കുള്ളത്. അപ്പം നിങ്ങൾ നോക്കൂ, ക്ലാസ് മുറി നിങ്ങളോട് ഞാൻ പറഞ്ഞു, മെൻറ്റർഷിപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹോസ്റ്റലിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ സൈലം എൻഷുർ ചെയ്യുന്നുണ്ട്, ഹോസ്റ്റലിലെ ലൈബ്രറി സൈലം എൻഷുർ ചെയ്യുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വലിയ സജ്ജീകരണമാണ്
ഈ വർഷത്തെ JEE എക്സാമിനേഷന് വേണ്ടി സൈലം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഇതിലും വലിയൊരു സൊല്യൂഷൻ എവിടെയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കോട്ടയെ അങ്ങനെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്, അവരുടെ മെൻറ്റർഷിപ്പിനെ കൊണ്ടുവരികയാണ്. ഇവരെല്ലാം ഈ മെൻറ്റർഷിപ്പിനെ എല്ലാം സൈലത്തിൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് ഫീൽ ചെയ്യാൻ പോവുകയാണ്. കേരളം ഇക്കാഴ്ച ആദ്യമായി കാണാൻ പോകുന്ന, ഈ കാഴ്ചയ്ക്ക് ശേഷം ആദ്യമായി ഒരു JEE എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കൊല്ലമാണ് 2024 എന്ന് പറയുന്നത്. സോ JEEക്ക് വേണ്ടി സൈലം ഒരുങ്ങുകയാണ്. നീറ്റിൽ 2 വർഷം കൊണ്ട് ചരിത്രത്തെ മുഴുവനും അട്ടിമറിച്ച സ്ഥാപനമാണിത്. JEEയുടെ ചരിത്രം ഇതാ ഈ വർഷം മുതൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. പുതിയ ചരിത്രം സൈലം എഴുതാൻ വേണ്ടി പോവുകയാണ്. പിൽക്കാലം എന്തായിരുന്നു ഇവിടെ നടന്നത് എന്നതൊരു വിഷയമേ അല്ല. ആ നടന്നതിനെ മുഴുവനും ഈ ഘട്ടം മുതൽ അങ്ങോട്ടേക്ക് സൈലം തിരുത്തി എഴുതാൻ വേണ്ടി പോവുകയാണ്. സോ ഒരു വലിയ റവല്യൂഷൻ്റെ ഭാഗമാവാൻ ആത്മാർത്ഥമായി JEEക്ക് തയ്യാറെടുക്കുന്ന മുഴുവൻ കുട്ടികളെയും സൈലം ലേണിംഗ് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും വരണം. 6009-100-300 ആണ് നമ്പർ. തൊട്ടടുത്ത ദിവസം ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും വരിക. നിങ്ങളുടെ മെൻറ്റേഴ്സും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും നിങ്ങളുടെ ഹോസ്റ്റലും നിങ്ങളുടെ ബസ്സും നിങ്ങളുടെ ഫുഡും എല്ലാം നിങ്ങളുടെ ലൈബ്രറിയും എല്ലാം കോഴിക്കോട്ട് ഒരുങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തരാനുള്ള വലിയ വെൽക്കം കിറ്റുകളും പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന കിറ്റുകളും സൈലം ലേണിംഗ് ആപ്പ് അടങ്ങുന്ന ടാബും എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കോഴിക്കോട്ടും തൃശ്ശൂരും ട്രിവാൻഡ്രവും അതിനൊരുങ്ങിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ വരാനുള്ള താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാം, നമുക്കൊരുമിച്ച് സ്വപ്നം കാണാം, ഒന്നിച്ച് പഠിക്കാം. ഞങ്ങളെല്ലാവരും നിങ്ങൾക്കൊപ്പം ഉണ്ട്, കുട്ടികൾക്കൊപ്പം ഏറ്റവും ഡെഡിക്കേറ്റഡായി ആദ്യാവസാനം നിൽക്കുന്ന, ഒട്ടും സ്ട്രെസ്ഡ് അല്ലാത്തൊരന്തരീക്ഷത്തിൽ ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയ ഒരു ക്യാമ്പസിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവരിലാണ് ഭാവി എന്ന് വിശ്വസിക്കുന്ന സ്ഥാപനമാണ് സൈലം ലേണിംഗ്. സോ നിങ്ങൾ വരിക, സ്നേഹത്തോടെ പ്രതീക്ഷയോടെ 2024 നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്, മുന്നോട്ടേക്ക് പോവേണ്ടതുണ്ട്. 2024 ചരിത്രം നമ്മുടേതാക്കേണ്ടതുണ്ട്. സോ ആൾ ദി ബെസ്റ്റ്.